Welcome to Stephen Classes. ഇന്ന് സെക്കൻഡ് ഇയർ സുവോളജി ചാപ്റ്ററായ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ അതിൻ്റെ ക്വിക്ക് റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. 5 മുതൽ 6 മണിക്കൂർ വരെ എടുക്കുന്ന ഒരു വലിയ ചാപ്റ്ററാണ് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. അത് കുറച്ച് നേരം കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. Male reproductive system is having different parts. What are the different parts, different components? There will be a pair of testes, accessory ducts, accessory glands and external genitalia. അപ്പോൾ ഈ 4 ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഈ ഭാഗത്ത് പഠിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം a pair of testes. Here ഈ പിക്ചറിൽ സെക്ഷൻ ഓഫ് ടെസ്റ്റിസ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? Testes, they are situated outside the abdominal cavity within a pouch called scrotum. അപ്പോൾ ഏത് പൗച്ചിനകത്താണെന്ന് പഠിക്കുക. സ്ക്രോട്ടം എന്നാണ് ആ പൗച്ചിൻ്റെ പേര് അല്ലേ? ആൻഡ് ഓൾസോ testes, they are located extra abdominal or outside the abdominal cavity. And why testes they remain extra abdominal? Testes they remain extra abdominal to maintain a temperature 2 to 2.5 degrees Celsius lower than the body temperature, because in body temperature or in 37 degrees Celsius spermatogenesis will not occur. അപ്പോൾ സ്പെർമാറ്റോജനസിസ് നടക്കില്ല ബോഡി ടെമ്പറേച്ചറിൽ. അപ്പോൾ അതുകൊണ്ടാണ് 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവായ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ടെസ്റ്റിസ് ദേ റിമെയിൻ എക്സ്ട്രാ അബ്ഡോമിനൽ. ആ പോയിന്റ് പഠിക്കുക, ആ ചോദ്യം വരാറുള്ളതാണ്. അതുപോലെ തന്നെ ടെസ്റ്റിസ് ദേ ആർ ഹാവിങ് എ ക്യാപ്സ്യൂൾ. A dense covering is present over the testis and that is called tunica albuginea. Tunica albuginea, that is a covering over the testis. And each testis is having a length of 4 to 5 centimeter, a width of 2 to 3 centimeters. And testis within testis you can see some compartments. അല്ലേ? ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ കണ്ടോ. 250ഓളം ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റിസിനകത്ത്. ഈ കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ആണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? സെമിനിഫറസ് ട്യൂബ്യൂൾസ്. 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ ലൊക്കേറ്റഡ്. കണ്ടോ, ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്തും ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കാണാനായിട്ട് സാധിക്കും. Actually, within these seminiferous tubules, the sperm production happens or spermatogenesis will happen. ഇനി ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് പോകുന്ന ആ ഒരു പാത്ത് അല്ലെങ്കിൽ ഡക്ട് സിസ്റ്റം. അതായത് ഇവിടെ ട്യൂബുലി റെക്റ്റേ ടെസ്റ്റിസ് ഈ പോർഷനാണ്, ഈ ബ്രാഞ്ച് ചെയ്യുന്ന പോർഷനാണ് റെക്റ്റേ ടെസ്റ്റിസ്. പിന്നീട് പോകുന്നത് വാസ് ഡിഫറൻഷ്യ. അതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് വാസ് ഡിഫറൻഷ്യ. ഈ വാസ് ഡിഫറൻഷ്യ കണക്ട് ചെയ്യുന്നത് എപ്പിഡിഡിമിസിലേക്കാണ്. അപ്പോൾ ഇഫറൻ ഡക്ട്യൂൾസ് ഓർ വാസ് ഡിഫറൻഷ്യ ദെൻ എപ്പിഡിഡിമിസ് അങ്ങനെയാണ്. പിന്നെ എപ്പിഡിഡിമിസ് എന്ത് സംഭവിക്കും? അത് വാസ് ഡിഫറൻസ് ആയിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് സ്പേംസ് ദേ വിൽ ഹാവ് to move through a duct system. ഒരു ഡക്ട് സിസ്റ്റത്തിലൂടെ അവയ്ക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അത് നന്നായി പഠിക്കുക. ഫൈനൽ മെച്ചുറേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് സ്പേംസ് വിൽ ഹാപ്പൻ ഇൻ ദ എപ്പിഡിഡിമിസ്. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ each seminiferous tubule on inside is lined by 2 types of cells. Each seminiferous tubule is lined on inside by 2 types of cells, Sertoli cells and male germ cells. Sertoli cells, they will provide nourishment. They will provide nutrition to the germ cells എന്നാണ് പറയുന്നത്. And what about the male germ cells? They undergo meiotic division to form the sperm cells. അപ്പോൾ മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുകയും സ്പേം സെൽസിനെ ഫോം ചെയ്യുകയും ചെയ്യുന്നത് ഈ മെയിൽ ജേം സെൽസ് ആണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തമായ ഈ സ്പെർമാറ്റോജനസിസിലെ സ്റ്റേജുകളാണ്. അപ്പോൾ ഈ സ്റ്റേജസ് പ്രത്യേകം ഓർത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതിൽ സ്പെർമാറ്റോഗോണിയാണ് ഔട്ടർ ബൗണ്ടറിയിൽ വരുന്നത് അല്ലേ? പിന്നീട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്. അപ്പോൾ ഏറ്റവും അവസാനം ഈ മൊട്ടൈലായിട്ടുള്ള സ്പേം സെൽസ് അത് ഏറ്റവും
ഇന്നർമോസ്റ്റ് പോർഷനിലായിരിക്കും, അതായത് ലൂമിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് പോർഷനിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പലപ്പോഴും ലാബിൽ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഏതാണ് ഔട്ടർ മോസ്റ്റ്, ഏതാണ് ഏറ്റവും ഇന്നർ മോസ്റ്റ് എന്നുള്ള കാര്യം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന മറ്റൊരു കാര്യം, outside the seminiferous tubules you can see the Leydig cells. So regions outside the seminiferous tubules are called interstitial spaces, and they contain interstitial cells or Leydig cells. And what is the function of Leydig cells? അതും ഒരു ചോദ്യമാണ്. Leydig cells they produce androgens, and androgens are male sex hormones, and they are also other immunologically competent cells are also present here in the interstitial region എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ സെല്ലിൻ്റെയും ഫംഗ്ഷൻ പഠിച്ചു വെച്ചേക്കണം. പ്രധാനമായും ഞാൻ പറയുന്നത് ഈ സെറ്റോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ അല്ലേ, 2 ടൈപ്പ് സെൽ എന്ന് പറഞ്ഞു, അതിൽ സെറ്റോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ മെയിൽ ജേം സെല്ലിൻ്റെ ഫംഗ്ഷൻ, അത് മിയോട്ടിക് ഡിവിഷൻ വഴി ജേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ, ലേഡിക് സെൽസ് ദേ പ്രൊഡ്യൂസ് ആൻഡ്രോജൻസ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് ഈ ഡക്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അതായത് റെറ്റെ ടെസ്റ്റിസ്, വാസ് ഡിഫറൻഷ്യ, എപ്പിഡിഡിമിസ് ആൻഡ് വാസ് ഡിഫറൻസ്, ഇതാണ് ഡക്റ്റ് സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇനി ഇവിടെ ഈ വാസ് ഡിഫറൻസിന് എന്താണ് സംഭവിക്കുന്നത്? വാസ് ഡിഫറൻസ് ഇറ്റ് വിൽ അസെൻഡ് ടു അബ്ഡോമൻ. വാസ് ഡിഫറൻസ് വിൽ അസെൻഡ് ടു അബ്ഡോമൻ, ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് വിൽ ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ, and once it receives a duct from seminal vesicle, it is now called ejaculatory duct, and as ejaculatory duct it will join to the urethra. അപ്പോൾ യൂറത്രയിലേക്ക് ജോയിൻ ചെയ്യാൻ നേരത്ത് അപ്പോൾ ആ ഡക്റ്റിൻ്റെ പേര് വിളിക്കുന്നത് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്നാണ്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, വാസ് ഡിഫറൻസ് ഇറ്റ് വിൽ അസെൻഡ് ടു അബ്ഡോമൻ ആൻഡ് ഇറ്റ് ലൂപ്സ് ഓവർ ദ യൂറിനറി ബ്ലാഡർ, and it receives a duct from seminal vesicle, and after receiving a duct from seminal vesicle it will open into urethra as ejaculatory duct. അപ്പോൾ ആ ഒരു പാത്ത് വളരെ വ്യക്തമായി പഠിച്ചു വയ്ക്കുക. ഇനി ഈ ഡയഗ്രത്തിൽ നിന്ന് പ്രധാനമായും ചോദിക്കുന്നത് ഇവിടെയുള്ള ആക്സസറി സെക്സ് ഗ്ലാൻസിനെ കുറിച്ചാണ്. ഏതെല്ലാമാണ് ഇവിടെ ആക്സസറി സെക്സ് ഗ്ലാൻസ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുക? ദ സെമിനൽ വെസിക്കിൾ അല്ലേ, എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസ്. Then there will be a pair of bulbourethral glands, and also there will be a single prostate gland. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് 3 ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഔട്ട് ഓഫ് ദീസ് 3 ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് 2 of them are paired. Seminal vesicles and bulbourethral glands are paired, but prostate gland is single. And the collective secretion of these accessory sex glands it will constitute seminal plasma. അപ്പോൾ എന്താണ് seminal plasma എന്ന് ചോദിക്കും അല്ലേ. So seminal plasma it is a collective secretion of the 3 accessory sex glands, and it is rich in fructose, calcium and certain enzymes. So what is seminal plasma? What are the components of seminal plasma എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. And what is the role of bulbourethral glands? It will produce a secretion which will act as a lubricant over the penis. And finally, the external genitalia is composed of the foreskin. It is having 2 portions here. The external genitalia is composed of penis, and penis is having 2 parts. Glans penis, which is covered by a loose fold of skin called foreskin. അപ്പോൾ ഈ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ കുറിച്ചും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഓവറീസിനെ കുറിച്ച് പഠിക്കണം. ഓവിഡക്റ്റ്, ഒരു പെയർ ഓഫ് ഓവിഡക്ട്സ് ഉണ്ട് അല്ലേ. ദെൻ യൂട്രസ്, സെർവിക്സ്, വജൈന, external genitalia, then a pair of mammary glands. ഫസ്റ്റ് ഓവറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓവറീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓവറീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡോമൻ, ആൻഡ് ഈച്ച് ഓവറി ഈസ് ഹാവിംഗ് 2 to 4 centimeter in length, and ovaries are connected to the pelvic wall and uterus by ligaments. So
It is connected to pelvic wall and uterus by ligaments. ആ കാര്യം ഓർത്തിരിക്കുക. ഒരിക്കലും ഓവറി ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഓവിഡക്റ്റ്. ഓവിഡക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓവിഡക്റ്റിൻ്റെ ഫിംബ്രിയെ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമ്മളിനി പഠിക്കാൻ പോകുന്നു. അതിൻ്റെ മേലെ വന്ന് ടച്ച് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അവിടെ കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഓവറി സെക്ഷണൽ വ്യൂ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് സ്ട്രോമ റീജിയൻ ഇൻ ദ ഇന്നർ പോർഷൻ. It is having a covering of thin epithelium, and ovarian stroma is further divided into a cortex in the peripheral region and a medulla in the inner portion. Now, ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഓവിഡക്റ്റിൻ്റെ പാർട്സിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സാധ്യത ചോദിക്കാനായിട്ട്. അതായത് ഓവിഡക്റ്റിന് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്, അത് നമുക്ക് അടുത്ത ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ? അതായത് ഓവിഡക്റ്റിന് 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഓവിഡക്റ്റ് ഈസ് ഹാവിങ് 3 പോർഷൻസ്. ആൻഡ് വാട്ട് ആർ ദേ? ഓവിഡക്റ്റ് ഈസ് ഹാവിങ് isthmus, ampulla and infundibulum. I repeat, isthmus, ampulla and infundibulum. അതായത് ഈ യൂട്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്, അതിന് ജോയിൻ ചെയ്യിക്കുന്ന ഭാഗമാണ്. ഈ പോർഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഏത് ഇസ്തുമസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക അല്ലേ? അതുപോലെ ഒരു സ്വള്ളൻ പോർഷൻ ഉണ്ട്. ഈ സ്വള്ളൻ പോർഷൻ അതാണ് നമ്മൾ ആംപുല്ല റീജിയനായിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഇവിടെ കിടക്കുന്ന അതാണ് ഇൻഫൻറ്റിബുലം. അപ്പോൾ ലാസ്റ്റ് പാർട്ടാണ് ഇൻഫൻറ്റിബുലായിട്ട് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ഇൻഫൻറ്റിബുലം, ദിസ് ഈസ് ആംപുല്ല റീജിയൻ ആൻഡ് ദിസ് പോർഷൻ ഈസ് കോൾഡ് the isthmus. Okay, അപ്പോൾ അത് പഠിക്കുക. Okay, now അപ്പോൾ ഇതിൽ ഏത് പാർട്ടാണ് ഓവറിക്ക് ക്ലോസ് എന്ന് ചോദിക്കും. അപ്പോൾ ഓവറിക്ക് ക്ലോസ് ആയിട്ട് വരുന്നത് ഇസ്തമസ് ആണോ ആംബുലയാണോ? രണ്ടുമല്ല, ഇൻഫൻറ്റിബുലമാണ്. ഇൻഫൻറ്റിബുലം it is the part closer to ovary. Funnel shaped part of oviduct closer to ovary is infundibulum, and this portion is having finger like structures called fimbriae. ഇവിടെയാണ് ഫിംബ്രിയ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് the layers of uterus, very important. Myometrium, endometrium, perimetrium. ഇതിൽ ഏതാണ് outermost? Perimetrium is the outermost covering. Myometrium, that is a middle layer. So myometrium, you know, it is a middle thick layer of smooth muscles, and myometrium, it exhibits strong contractions during the delivery of a baby. So ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് പാർച്ചുറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് സ്ട്രോങ് കോൺട്രാക്ഷൻസ് കാണാൻ സാധിക്കുന്ന മയോമെട്രിയത്തിലാണ്. ആൻഡ് എൻഡോമെട്രിയം, it is the innermost region and it will undergo cyclic changes during the menstrual cycle. Menstrual cycleോടനുബന്ധിച്ച് സൈക്ലിക് ചേഞ്ചസ് വരുന്നത് ഈ ഇന്നർമോസ്റ്റ് ലെയറിലാണ്. എൻഡോമെട്രിയം എന്ന് പറഞ്ഞ ലെയറിലാണ് സൈക്ലിക് ചേഞ്ചസ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി വാട്ട് ഈസ് ബർത്ത് കനാൽ? അത് ഓർത്ത് പഠിക്കുക. അതായത് സെർവിക്സ് ആൻഡ് വെജൈന ടുഗദർ വി കോൾ ഇറ്റ് ആസ് എ ബർത്ത് കനാൽ. കാരണം ഡെലിവറി സംഭവിക്കുന്നത് ഈ 2 ഭാഗങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് സെർവിക്സ് ആൻഡ് വെജൈന ടുഗദർ വി കോൾ ഇറ്റ് ആസ് ദ ബർത്ത് കനാൽ. സോ ആസ് ദ ലാസ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ കുറിച്ചാണ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഈസ് ഹാവിങ് മോൺസ് പ്യൂബിസ്, then labia majora, labia minora, hymen and also clitoris. What is mons pubis? Mons pubis is a cushion of fatty tissue covered by skin and pubic hair. Then labia majora, fleshy folds of tissue ആണ്. അതുപോലെ തന്നെ labia minora, it is under the labia majora and that is also fleshy fold of skin. Okay, now hymen is a delicate membrane and it partially covers the vaginal opening. And what about clitoris? Clitoris is a tiny finger like structure and it is at the upper junction of 2 labia minora. Now we are moving on to the mammary glands. Mammary glands, when it is functional, it will produce milk. And a functional mammary gland is having glandular tissue along with the
വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂവിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചാണ്. ബുക്കിൽ പറയുന്നത് ഗ്ലാൻഡുലാർ ടിഷ്യൂ ഈസ് ഡിവൈഡഡ് ഇൻടു 15 to 20 mammary lobes. So 15 to 20 mammary lobes, and it will contain clusters of cells called alveoli. And the cells of the alveoli, they are concerned with secretion of milk. And alveoli open into mammary tubules. Alveoli will open into mammary tubules. Alveoli നിന്ന് വരുന്ന tubules ഉണ്ട്. ആ tubules join ചെയ്ത് അല്ലേ, അല്ലെങ്കിൽ tubules of each lobe will join to form a mammary duct. And mammary ducts, several mammary ducts, they will open into a wider portion, a wider mammary ampulla. And mammary ampulla, it is connected with a lactiferous duct. And from the lactiferous duct, the milk will be sucked out by the newborn. അപ്പോൾ ഈ കറക്റ്റ് സീക്വൻസ് പഠിച്ചു വെക്കണം. അതായത് മാമറി ട്യൂബ്യൂൾസിൽ നിന്ന് മാമറി ഡക്റ്റിലേക്ക്, മാമറി ഡക്റ്റിൽ നിന്ന് മാമറി ആംബുല്ല എന്ന് പറഞ്ഞ പോർഷനിലേക്ക് എത്തുകയാണ്, ആ സ്വോളൻ പോർഷൻ. പിന്നെ മാമറി ആംബുല്ലയിൽ നിന്ന് ലാക്ടിഫറസ് ഡക്റ്റ്. അങ്ങനെയാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് അത് ഫ്ലോ ചെയ്യുന്ന ആ ഒരു രീതി പോകുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ ഗമീറ്റോജനസിസ് എന്ന ഭാഗത്ത് പഠിക്കുന്നു. അവിടെ ഗമീറ്റോജനസിസിൽ സ്പെർമാറ്റോജനസിസ് അതുപോലെ തന്നെ ഊജനസിസ് എന്ന രണ്ട് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ആദ്യം സ്പെർമാറ്റോജനസിസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഓൺ സ്പെർമാറ്റോജനസിസ്. നിങ്ങൾക്കറിയാം ഈ സ്പെർമാറ്റോജനസിസ് എന്ന പ്രോസസ്സ് എങ്ങനെയാണ് ഹോർമോണലി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതെന്ന്. അതായത് there will be an increased secretion of GnRH. What is GnRH? GnRH is gonadotropin releasing hormone. So gonadotropin releasing hormone, it is coming from hypothalamus. So when the individual attains puberty, the hypothalamic hormone or GnRH will increase. അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഈ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആയിരിക്കും. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അപ്പോൾ എന്താ ചെയ്യുന്നത്? അത് രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ, LH-ഉം FSH-ഉം. ഈ LH തുടർന്ന് ലേഡിക് സെൽസിലാണ് ആക്ട് ചെയ്യുക. അതുപോലെ FSH ആണെങ്കിലോ ഇറ്റ് വിൽ ആക്ട് ഓൺ ദ സെറ്റോളി സെൽസ്. അപ്പോൾ ഓർക്കുക, പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന LH ആൻഡ് FSH, LH will act on Leydig cells and FSH will act on Sertoli cells. And Leydig cells, they are responsible for production of testosterone, and Sertoli cells, they stimulates the process of spermiogenesis by secretion of some factors. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹോർമോണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദിസ് സ്പെർമാറ്റോജനസിസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഈ സ്പെർമാറ്റോജനസിൻ്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലാബിലിംഗ് ചോദിക്കും അല്ലേ. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? സ്പെർമാറ്റോഗോണിയ. ആൻഡ് സ്പെർമാറ്റോഗോണിയ ദേ വിൽ ഡിവൈഡ് മൈറ്റോട്ടിക്കലി, and that is called the phase of multiplication. And there is a phase of growth. Phase of growth edana? Phase of growth when one of these spermatogonia, they enlarge to form primary spermatocytes. So they will form primary spermatocytes. അപ്പോൾ ജസ്റ്റ് എൻലാർജ് ചെയ്യുമ്പോൾ അവിടെ ക്രോമോസോം നമ്പറിലൊന്നും മാറ്റം വരുന്നില്ല അല്ലേ. അതായത് 46 ക്രോമോസോംസ് ആണ്, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, 2n കണ്ടീഷനാണ് സ്പെർമാറ്റോഗോണിയയ്ക്കും. അതുപോലെ തന്നെ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സിനും 2n കണ്ടീഷനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, കാരണം അവർ ജസ്റ്റ് ഗ്രോ ചെയ്ത ഒരു രീതിയിലേക്ക് ആയിട്ടുള്ളൂ. ഇനി എന്താ സംഭവിക്കുന്നത്? ദീസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ദേ വിൽ അണ്ടർഗോ meiotic division, and meiotic division is having two portions, first meiotic division and second meiotic division. First meiotic division, it is a reduction division, and that will result in secondary spermatocytes. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന്, ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് രണ്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ഫോം ചെയ്യാണ്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് 2n ആണ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആണെങ്കിലോ അത് n കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ് n, ഏതാണ് 2n എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഏതാണ് ഹാപ്ലോയിഡ്, ഏതാണ് ഡിപ്ലോയിഡ് എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ ഇത് ഹാപ്ലോയിഡ് ആണ്, ഇത് എൻ കണ്ടീഷനാണ്, ഇത് എൻ കണ്ടീഷനാണ് അല്ലേ. ഇനി തുടർന്ന് അങ്ങോട്ടെല്ലാം എൻ കണ്ടീഷൻ ആയിരിക്കും. കാരണം ഇനി ഇത് വീണ്ടും സെക്കൻഡ് മ്യൂട്ടി ഡിവിഷൻ കഴിയുമ്പോൾ കിട്ടുന്ന സ്പെർമാറ്റിഡ്സ് അതെല്ലാം എൻ കണ്ടീഷനാണ്, അതെല്ലാം ഹാപ്ലോയിഡ് കണ്ടീഷനായിരിക്കും. റൈറ്റ്? അപ്പോൾ 4 സ്പെർമാറ്റിഡ്സ് ആണ് കിട്ടുക. അപ്പോൾ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് 2n ആണ്, സ്പെർമാറ്റോഗോണിയ 2n ആണ്. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റിഡ്സ് എല്ലാം ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ഇനി എന്താണ് ഈ സ്പെർമാറ്റിഡ്സിന് സംഭവിക്കുക? ഈ സ്പെർമാറ്റിഡ്സ് they undergo a differentiation. They will undergo a differentiation to form spermatozoa. They will develop into spermatozoa or they will become functional. അപ്പോൾ ഫങ്ഷണൽ ആവുന്നു. ആ പ്രോസസ്സിനെയാണ് പറയുക spermiogenesis. So the conversion of spermatids into spermatozoa is known as spermiogenesis. ബുക്കിൽ വേറൊരു കാര്യം, ഒരു ടേമും കൂടെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. അതായത് what is spermiation? Spermiation is the process by which sperm cells are finally released from the seminiferous tubules. So after spermiogenesis, the sperm head become embedded in the Sertoli cells and they are finally released from the seminiferous tubules by a process called spermiation. ഈ ടേംസ് എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. അതായത് spermiation, spermiogenesis. ഓക്കെ, ഇനി എന്താണ് സ്പെർമാറ്റോസൈറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ? സ്പെർമാറ്റോസൈറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സും എല്ലാം ഫോം ചെയ്യുന്ന ആ പ്രക്രിയ, അതിനെ സ്പെർമാറ്റോസൈറ്റോജെനസിസ് എന്നും പറയാറുണ്ട്. അപ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള ഈ ടേംസ് ആണ്, പക്ഷേ മീനിങ് വളരെ ഡിഫറെൻ്റ് ആണ്, പഠിക്കണം. അടുത്തതായി സ്പേം സെല്ലിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ദ സ്പേം സെൽ ഈസ് ഹാവിങ് എ ഹെഡ്, എ നെക്ക് റീജിയൻ ആൻഡ് ഓൾസോ എ മിഡിൽ പീസ്. സോ ഹിയർ യു ക്യാൻ സീ ദ ഹെഡ് റീജിയൻ. ഓക്കെ, ദെൻ ദർ ഇസ് എ ഷോർട്ട് സ്മോൾ നെക്ക് റീജിയൻ ഈസ് ദ ആൻഡ് ദിസ് ഇസ് മിഡിൽ പീസ് ആൻഡ് ഫൈനലി ദർ ഇസ് എ tail portion. Okay, mid piece or middle piece and a tail portion is the. Now what is in the head? Head is having acrosome. Acrosome എന്ന് പറഞ്ഞാൽ എന്താണ്? Acrosome is a cap-like structure and it is derived from the Golgi complex and it is having a collection of enzymes which will help in fertilization of the ovum. Sperm lysins അഥവാ ഒരു കളക്ഷൻ ഓഫ് എൻസൈംസ് ഈ അക്രോസോമിനകത്തുണ്ട് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. And neck region is having centrioles and middle piece will have mitochondria which will provide energy for the movement and the tail region is having a flagellum. And a human being, normal case a human ejaculation process will contain, and single ejaculation will contain 200 to 300 million sperms. So during a coitus 200 to 300 million sperm cells are released and at least 60% of them should have normal shape and size and at least 40% of them must show a vigorous motility. Then only we can call that person fertile. Okay, now we move on to oogenesis. Oogenesis എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ oogenesisൽ നമ്മൾ പഠിക്കുമ്പോൾ അത് ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ്. Oogenesis എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? Oogenesis will be initiated during the embryonic development or in the fetal condition itself or in the initial months itself of the fetal development. You can see the oogenesis. Oogenesis will be initiated. Okay, a couple of million oogonia will be formed within each fetal ovary and no more oogonia will be added after birth. അപ്പോൾ ആ കാര്യം ഓർക്കുക. അതായത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ തന്നെ oogenesis എന്ന പ്രോസസ്സ് ആരംഭിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും, അവിടെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലേ. ഓവറിക്കകത്ത് അതിൻ്റെ ഒവേറിയൻ കോർട്ടെക്സിലാണ് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നത്.
ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണം FSH ആണ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സഹായത്താൽ, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സഹായത്താലാണ് പ്രൈമറി ഫോളിക്കിൾ വിൽ ഡെവലപ്പ് ഇൻ ടു എ സെക്കൻഡറി ഫോളിക്കിൾ വിൽ ഡെവലപ്പ് ഇൻ ടു എ ടെർഷ്യറി ഫോളിക്കിൾ, ആൻഡ് എ ഫുള്ളി മെച്യൂർ ടെർഷ്യറി ഫോളിക്കിൾ ഈസ് നോൺ ആസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഊജനസിൻ്റെ ഈ ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഊഗോണിയ അവർ പ്രൈമറി ഊസൈറ്റുകളായി മാറുകയും ഈ പ്രൈമറി ഊസൈറ്റ്സ് അവ മിയോട്ടിക് ഡിവിഷൻ ബിഗിൻ ചെയ്യുകയും ചെയ്യുന്നു. മിയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ അവരുടെ മിയോട്ടിക് ഡിവിഷൻ പ്രോഫേസ് 1-ൽ, അതായത് മിയോട്ടിക് ഡിവിഷൻ്റെ പ്രോഫേസ് 1-ൽ ടെമ്പററിലി അറസ്റ്റഡ് ആകുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് അവിടെ അവർ ടെമ്പററിലി അറസ്റ്റഡ് ആണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, this dotted line. So each primary oocyte, then they will be surrounded by a layer of granulosa cells. ഇന്നേരമാണ് അവർ കുറച്ച് ഗ്രാനുലോസ സെൽസ് അവരെ പൊതിയാൻ വരുന്നത്. അങ്ങനെ പൊതിഞ്ഞു കഴിയുമ്പോൾ ഈ പ്രൈമറി ഊസൈറ്റ്സിനെ ഗ്രാനുലോസ സെൽസ് വന്ന് പൊതിയുമ്പോൾ അപ്പോഴവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ എന്ന്. തൊട്ട് മുമ്പുള്ള ഡയഗ്രത്തിൽ നമ്മൾ കണ്ടു പ്രൈമറി ഫോളിക്കിൾ ആദ്യം ഫോം ചെയ്യുന്നതായിട്ട്. നൗ ഇങ്ങനെയുള്ള പ്രൈമറി ഫോളിക്കിൾസ് ഏകദേശം 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഓരോ സമയത്തും ബർത്ത് സമയത്ത്, അതായത് പലപ്പോഴും ഈ എല്ലാ ഊഗോണിയും ഇതുപോലെ പ്രൈമറി ഫോളിക്കിൾസായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഒരുപാട് എണ്ണം അവിടെ ഡീജനറേറ്റ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ഡീജനറേഷൻ്റെ ഫലമായിട്ട് അവശേഷിക്കുന്നത് 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് മാത്രമായിരിക്കും. പിന്നീട് എന്താ സംഭവിക്കുക? ഈ പ്രൈമറി ഫോളിക്കിൾസ് അവ കൂടുതൽ ഗ്രാനുലോസ സെൽസ് വന്ന് അവരെ പൊതിയുന്നു, ഒരു പുതിയ തീക്ക ലെയർ അവിടെ ഫോം ചെയ്യുന്നു. അന്നേരം അവരെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ എന്ന്. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ എന്തായി മാറി? സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറി. ഇനി ഈ സെക്കൻഡറി ഫോളിക്കിളിനകത്തും ശ്രദ്ധിക്കുക, അവിടെ പ്രൈമറി ഊസൈറ്റ്സ് തന്നെയാണ്, മാറ്റമില്ല. ഇനി വീണ്ടും ഈ സെക്കൻഡറി ഫോളിക്കിളിന് എന്താ സംഭവിക്കുന്നത്? ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെക്കൻഡറി ഫോളിക്കിൾ ദെൻ ട്രാൻസ്ഫോംസ് ഇൻ ടു എ ടെർഷ്യറി ഫോളിക്കിൾ. ടെർഷ്യറി ഫോളിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എപ്പോഴാണ് അതിനെ ടെർഷ്യറി ഫോളിക്കിൾ എന്ന് പറയുക? അതിനകത്തൊരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. ആൻഡ്രം എന്നൊരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആൻഡ്രം എന്നൊരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു ക്യാവിറ്റിയാണ് ഈ ആൻഡ്രം. ഓക്കെ, ലിക്കർ ഫോളിക്കുളി എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഫിൽഡാണ് ആയിട്ടുള്ളൊരു ക്യാവിറ്റിയാണ്. മാത്രമല്ല ഈ ഫോളിക്കിളിനെ ചുറ്റുമായിട്ട് ഉള്ള ഈ തീക്ക ലെയർ അത് ഓർഗനൈസ് ചെയ്ത് തീക്ക എക്സ്റ്റേണ, തീക്ക ഇൻറ്റേണ എന്ന് പറഞ്ഞ 2 ലെയേഴ്സായിട്ട് മാറുകയും ചെയ്യുന്നു. അന്നേരമാണ് അതിനെ ടെർഷ്യറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ടെർഷ്യറി ഫോളിക്കിളിനകത്ത് വെച്ചാണ് നിങ്ങളോട് ടെക്സ്റ്റിൽ വ്യക്തമായി പറയുന്നു, അതായത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് അറ്റ് ദിസ് സ്റ്റേജ് ദ പ്രൈമറി oocyte within the tertiary follicle will grow in size and it will complete the first meiotic division. അവിടെ വെച്ചാണ് ഫസ്റ്റ് meiotic division കംപ്ലീറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, അവിടെ വെച്ച് ഫസ്റ്റ് meiotic division കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് സെക്കൻഡറി oocyteും ഫസ്റ്റ് പോളാർ ബോഡിയുമായിട്ടത് മാറ്റപ്പെടുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡറി oocyteും ഫസ്റ്റ് പോളാർ ബോഡി ആയിട്ടത് മാറ്റപ്പെടുന്നു. POLAR, ER അല്ല കേട്ടോ, അങ്ങനെ മാറ്റപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റ് meiotic ഡിവിഷൻ ഈസ് കംപ്ലീറ്റഡ് ബിഫോർ ദ ഓവുലേഷൻ. ആ കാര്യമാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ഇനി വീണ്ടും ഈ സെക്കൻഡറി oocyteന് എന്താ സംഭവിക്കുന്നത്? ഈ സെക്കൻഡറി oocyte അത് വീണ്ടും സെക്കൻഡ് meiotic ഡിവിഷൻ ബിഗിൻ ചെയ്യുന്നു. പക്ഷേ അത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അത് വീണ്ടും മെറ്റാഫേസ് സ്റ്റേജിൽ വന്ന് അവിടെ വീണ്ടും ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പേജിലേക്ക് അവിടെ എത്തുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റോപ്പ് അവിടെ വരുന്നത് ഈ സെക്കൻഡറി oocyte മെറ്റാഫേസ് സ്റ്റേജിലാണ്. തുടർന്ന് അങ്ങോട്ട് അവിടെ ഡിവിഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ അതിനകത്തേക്ക് സ്പേം സെൽ എൻട്രി ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്പേം എൻട്രിക്ക് ശേഷം മാത്രമാണ് അവിടെ സെക്കൻഡ് meiotic ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ കാര്യം നല്ലപോലെ പഠിക്കുക കേട്ടോ. സോ ഓൺലി ആഫ്റ്റർ ദ സ്പേം എൻട്രി ദ സെക്കൻഡ് meiotic ഡിവിഷൻ വിൽ ബി കംപ്ലീറ്റഡ് ആൻഡ് ദ സെക്കൻഡ് പോളാർ ബോഡി വിൽ ബി റിലീസ്ഡ്.
സോ ഇവിടെ പോളാർ ബോഡീസ് ഫോം ചെയ്യുന്നു. അണീക്വൽ ഡിവിഷൻ്റെ ഭാഗമായാണ് പോളാർ ബോഡീസ് ഫോം ചെയ്യുന്നത്. ഊജനസിസിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. സ്പെർമാറ്റോജനസിസിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. സ്പെർമാറ്റോജനസിസിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്നാകട്ടെ ഒരേ ഒരു ഓവം മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പലപ്പോഴും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് ഊജനസിസ്. അപ്പോൾ പോളാർ ബോഡീസിൻ്റെ ഡിഫറൻസ് നമുക്ക് പറയാം. ഒരു ഗമീറ്റ് മാത്രമാണ് ഇവിടെ ഫോം ചെയ്യുന്നത് ഊജനസിസിൽ, ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന്. പക്ഷേ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 ഗമീറ്റ്സ് ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ പറയാം. അതുപോലെ എപ്പോൾ ബിഗിൻ ചെയ്യുന്നു? സ്പെർമാറ്റോജനസിസ് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ്? It will begin only after the individual attains puberty. But in the case of oogenesis, it will initiate during the embryonic life itself. അപ്പോൾ ഈ ഡിഫറൻസസ് എല്ലാം നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, യെസ്, ദിസ് ഈസ് എ ഡയഗ്രാം ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ നിങ്ങൾക്കറിയാം ടെർഷ്യറി ഫോളിക്കിൾ ആണ്. ഒരു മെച്വർ ആയിട്ടുള്ള ടെർഷ്യറി ഫോളിക്കിൾ ആണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ അതിൽ നിന്നാണ് സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഈ പിക്ചറിൽ നിങ്ങൾക്കറിയാം ക്യുമുലസ് സൂഫോറസ് ഉണ്ട് അല്ലേ? ഒരു പെഡിസെൽ ലൈക്ക് സ്ട്രക്ചറിലാണ് ഈ സെക്കൻഡറി ഊസൈറ്റിനെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഈ ക്യുമുലസ് സൂഫോറസ്. ഇതാണ് ആൻഡ്രം എന്ന കാവിറ്റി കേട്ടോ. ഈ ലിക്കർ ഫോളിക്കുളി അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന ആൻഡ്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തീക്ക എക്സ്റ്റേണ, തീക്ക ഇൻറ്റേണ, ഇതെല്ലാം ഈ ഡയഗ്രത്തിൽ ലാബിൽ ഇതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഹിയർ what is zona pellucida? What is zona pellucida? The secondary oocyte forms a new membrane over it and that is called zona pellucida. ഇവിടെ ഈ ഒരു ലെയർ ഇവിടെ കാണിക്കുന്നുണ്ട്, zona pellucida. Secondary oocyte will form a new membrane called a zona pellucida surrounding it. So when the Graafian follicle ruptures and when it releases the secondary oocyte, that is called ovulation, and at the time of ovulation the secondary oocyte will be covered by zona pellucida. നിങ്ങൾക്കറിയാം ഈ സോണ പെല്ലുസിഡ ഈവൻ ക്ലീവേജ് പ്രോസസ്സിൽ പോലും, അതായത് ഈ സ്പേം സെൽ അതിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷവും അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജസിൽ, ക്ലീവേജിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ അവിടെ കാര്യമായ ഒരു വോളിയം ഇൻക്രീസ് അവിടെ വരാത്തത്. അതിന് കാരണം സോണ പെല്ലുസിഡ അവിടെ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്കിവിടെ ഓവത്തിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. സ്ട്രക്ചർ ഓഫ് ഓവം, ഇറ്റ് ഈസ് ഹാവിങ് എ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, എ സൈറ്റോപ്ലാസം. ഇവിടെ കാണിച്ചിട്ടുണ്ട് സോണ പെല്ലുസിഡ അല്ലേ? സോണ പെല്ലുസിഡ. അതുപോലെ കൊറോണ റേഡിയേറ്റ. വാട്ട് ഈസ് കൊറോണ റേഡിയേറ്റ? റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഫോളിക്കുലാർ സെൽസ്, അതിൻ്റെ പ്രസൻസ് ആണ് ആ ലെയറിന് പേര് കൊടുക്കുന്നത് കൊറോണ റേഡിയേറ്റ എന്ന്. അപ്പോൾ കൊറോണ റേഡിയേറ്റ, then there is a vitelline membrane also there. Okay, so there is a vitelline membrane, zona pellucida. അപ്പോൾ ഈ ലാബലിംഗ് നല്ല രീതിയിൽ പഠിക്കുക. Now we move on to the menstrual cycle. What you can say about this menstrual cycle? The reproductive cycle in female primates, monkeys, female primates എന്ന് പറയുമ്പോൾ monkeys, apes and human beings എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പാണ് പ്രൈമേറ്റ ഓർഡർ അല്ലേ? അപ്പോൾ പ്രൈമേറ്റ ഓർഡറിലുള്ള ഫീമെയിൽസിലുള്ള റിപ്രൊഡക്റ്റീവ് സൈക്കിളിനെ പറയുന്ന പേരാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. What is first menstruation called? First menstruation, when the individual attains puberty, the first menstruation is called menarche. And the stoppage of menstrual cycle, when the individual attains an age of 50 or 45, the case will differ according to individual, and that is called menopause. So reproductive years of a female എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ reproductive period of a female എന്ന് പറഞ്ഞാൽ, it is from menarche to menopause. From menarche to menopause, that is called the reproductive years or reproductive period of a female. So usually there will be 28-day cycle for a female. 28-day cycle ആണ് പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സൈക്കിളിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു വളരെ
സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ യൂട്രസിലും സംഭവിക്കുന്നുണ്ട്, യൂട്രസിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിലും സംഭവിക്കുന്നുണ്ട്. അതായത് യൂട്രൈൻ ഇവൻസും നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഒവേറിയൻ ഇവൻസും നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സാധാരണയായി ചോദിക്കുന്നത് ഹോർമോണൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ്. അതായത് വാട്ട് ആർ ദ 2 pituitary ഹോർമോൺസ് വിച്ച് ഇൻഫ്ലുവൻസ് മെൻസ്ട്രുവേഷൻ? ആൻസർ വളരെ സിമ്പിളാണ്. ഏതൊക്കെയാണ്? ഏതെല്ലാം pituitary ഹോർമോൺസ് ആണ് മെൻസ്ട്രുവേഷനെ സഹായിക്കുന്നത്? One is FSH and other is LH. And what is the role of FSH and LH in menstruation? FSH and LH, they are called gonadotropins, അല്ലേ? And these gonadotropins, what is their role? FSH, it will act on the follicles and it will help in development of the follicle. Follicle, നമുക്കറിയാം, primary follicle, secondary, then tertiary, പിന്നെ Graafian follicle ഒക്കെ ആയിട്ട് മാറ്റപ്പെടുന്നത് ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത്, ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് FSH മുഖേനയാണ്. അതുപോലെ തന്നെ LH, ആൻറ്റിൻ്റെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന LH, LHൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? LHും ഇതുപോലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലേ? പക്ഷേ LH സർജ് നിങ്ങൾക്കറിയാം, LH സർജ് ഒരു മിഡിൽ പോയിന്റിലാണ്, സൈക്കിളിൻ്റെ ഒരു മിഡ് പോയിന്റിലാണ് അവിടെ LH സർജ് വരുന്നത്. അപ്പോൾ LH സർജ്, it indicates or it is responsible for ovulation. So LH surge induces the rupture of the Graafian follicle. ഈ Graafian follicle rupture ചെയ്യുകയും അവിടെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡറി യൂസൈറ്റ് ശ്രദ്ധിക്കുക, ഓവം എന്ന് നമുക്ക് മുഴുവൻ പറയാൻ പറ്റൂല, എന്നാലും നമുക്കൊരു പ്രിമച്വർ ഓവം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. സോ റിലീസ് ഓഫ് ഓവം ബൈ റപ്ചറിങ് ഓഫ് Graafian follicle will happen due to the influence of LH. സോ ഇതിനെ നമുക്ക് ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കാം, അല്ലേ? അപ്പോൾ ആദ്യം ഒരു മെൻസ്ട്രുവൽ ഫ്ലോ ആയിരിക്കും. മെൻസ്ട്രുവൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഫേസ് വരുന്നത്, മെൻസ്ട്രുവൽ ഫേസ് വരുന്നത് 1 to 5 days ആണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് അതിനെ പറയുക? ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കാം. ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന ഫേസ് ആയതുകൊണ്ട് അതിനെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയാം. അതേസമയം യൂട്രസിൻ്റെ ലൈനിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? യൂട്രൈൻ ലൈനിങ് അവിടെ തിക്കൻ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ തിക്കനിങ്ങിന് കാരണം എന്താണ്? അത് ഈസ്ട്രജൻ്റെ പ്രസൻസ് ആണ്. ഈസ്ട്രജൻ എങ്ങനെ ഉണ്ടാവുന്നു? ഈ ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈസ്ട്രജൻ ഈ ഇന്നർ വാൾ ഓഫ് എൻഡോമെട്രിയത്തെ തിക്കൻ ചെയ്യുന്നു. അങ്ങനെ എൻഡോമെട്രിയം ഇങ്ങനെ തിക്കൻ ചെയ്ത് അതിങ്ങനെ കുറച്ച് പ്രിപ്പയർഡ് ആവുകയാണ്. അവിടെ പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫേസിനെ നമുക്ക് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാം. ഇവിടെ യൂട്രൈൻ ലൈൻ പ്രോലിഫറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒവേറിയൻ ഇവൻറ്റ് എന്നുള്ള രീതിയിൽ അതിനെ ഫോളിക്കുലാർ ഫേസ് എന്നും, യൂട്രൈൻ ഇവൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്നും വിളിക്കാം ഈ പീരീഡിനെ, കേട്ടോ? അങ്ങനെ കടന്നു വന്ന് അവിടെ സൈക്കിളിൻ്റെ ഒരു മിഡ് പോയിന്റിലെത്തുമ്പോൾ അവിടെ ഓവുലേഷൻ അല്ലെങ്കിൽ ഓവുലേറ്ററി ഫേസ് സംഭവിക്കുന്നു. അതിനുശേഷം പിന്നെ റപ്ചേർഡ് ഫോളിക്കിൾ എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു എ കോർപ്പസ് ലൂട്ടിയം. ഈ യെല്ലോയിഷ് സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയമായിട്ട് ഡെവലപ്പ് ചെയ്യും. ആൻഡ് കോർപ്പസ് ലൂട്ടിയം വിൽ ബിഗിൻ ടു പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. And what is the influence of progesterone? Progesterone will help in maintenance of pregnancy. It will help in maintenance of pregnancy. So here it is how it maintains pregnancy. It will help in the formation of tubular glands. ഇവിടെ എൻഡോമെട്രിയത്തിൽ ട്യൂബുലാർ ഗ്ലാൻസ് അവിടെ ഡെവലപ്പ് ചെയ്യിക്കുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അങ്ങനെ അത് സെക്രീറ്ററി ആക്കുന്നു. ഈ എൻഡോമെട്രിയത്തെ വളരെ സെക്രീറ്ററി ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഈ ഒരു ഭാഗത്ത് ഈ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് അവിടെ ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ നടക്കുന്നുണ്ട്. അതേസമയം അതിനെ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കാം. എൻഡോമെട്രിയത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നതിനെ സെക്രീറ്ററി ഫേസ് എന്നാണ്. അതായത് എൻഡോമെട്രിയം കുറച്ചും കൂടി സെക്രീറ്ററി ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നും നമ്മൾ ഓർത്തിരിക്കണം, കേട്ടോ? അപ്പോൾ പ്രോലിഫറേറ്റീവ് ഫേസിൽ ഈസ്ട്രജൻ ഈസ് ഹൈ ആൻഡ് സെക്രീറ്ററി ഫേസ് പ്രൊജസ്റ്റിറോൺ വിൽ ബി ഹൈ. ഓക്കെ, അപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ട് ഹോർമോൺസിൻ്റെ. ഒവേറിയൻ ഹോർമോൺസ് ആണ് ഇത് രണ്ടും, അല്ലേ? ഒവേറിയിൽ നിന്നാണല്ലോ ഫോളിക്കിൾസ് ഈ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ പ്രൊജസ്റ്റിറോൺ.
കോർപ്പസ് ലൂട്ടി എവിടെയാണ്? ഓവറിക്കകത്താണ്. അപ്പോൾ അതുകൊണ്ട് ഒവേറിയൻ ഹോർമോൺസ് ആണ് ഇവിടെ പ്രൊജസ്റ്റിറോണും ഈസ്ട്രജനും. അപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ പിറ്റ്യൂട്ടറി ഹോർമോൺസിനും റോളുണ്ട്, അതായത് FSH LHനും റോളുണ്ട്. അതുപോലെ തന്നെ ഈ ഒവേറിയൻ ഹോർമോൺസിനും റോൾ വരുന്നുണ്ട്. അതായത് ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും അവിടെ റോൾ വരുന്നുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായി പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, now we move on to the next topic, that is fertilization. Fertilization will happen at the ambulary isthmic junction. Fertilization, only one sperm will enter into the ovum, and there will be formation of a fertilization membrane here. Soon after the entry of a sperm cell, there is a thickening of the membrane. അല്ലേ, ഇവിടെ ഈ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഈ മെംബ്രെയിനിൽ, ഒവേറിയൻ മെംബ്രെയിനിൽ ഒരു തിക്കനിങ് വന്ന് ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ അവിടെ ഫോം ചെയ്ത് അവിടെ ഫർദറായിട്ട് അഡീഷണൽ സ്പേം സെൽസ് ഒന്നും എൻട്രി ചെയ്യത്തില്ല. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരേ സ്പേം തന്നെയാണ് കേട്ടോ, അതിൻ്റെ വ്യത്യസ്ത സ്റ്റേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ്, then binding, then penetration and fusion. So here, once a sperm cell penetrates, there is further formation of a fertilization membrane or thickening of the membrane to form a fertilization membrane which will block entry of additional sperms. So polyspermy prevent ചെയ്യുന്നു, അതായത് ഒന്നിൽ കൂടുതൽ സ്പെർംസ് ഓവത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള ആ ഒരു സാധ്യത ഇവിടെ തീർത്തും തള്ളിക്കളയപ്പെടുകയാണ്. ഇനി ക്ലീവേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ നിങ്ങൾ. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഗോട്ട് അണ്ടർഗോസ് zygote undergoes repeated mitotic divisions, and these repeated mitotic divisions which happens in the zygote, that is called cleavage. അങ്ങനെയാണ് 2 cell stage, 4 cell stage, 8 cell stage. ഇത് 8 cell stage ആണ്. Then 16 cell stage, 32 cell stage. 32 cell stage ആണ് ബ്ലാസ്റ്റുല അല്ലേ. ബ്ലാസ്റ്റുലയാണ് അറ്റാച്ച് ചെയ്യുന്നത്, എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ബ്ലാസ്റ്റുലയാണ്. ഇവിടെ 8 to 16 cell സ്റ്റേജിനെയാണ് മോറുല എന്ന് പറയുന്നത്. 8 to 16 cell stage, and blastula, within that there is a cavity called blastocele. ബ്ലാസ്റ്റുലയുടെ സ്ട്രക്ചർ നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. അതായത് ബ്ലാസ്റ്റുലയുടെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ കാണുവാൻ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ട്രോഫെക്ടോഡേം, outermost layer ആണ് ട്രോഫെക്ടോഡേം, and also there will be some inner cell mass. inner cell mass അവിടെ ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്കറിയാം ട്രോഫെക്ടോഡേം will develop into the fetal membranes, and the inner cell mass that will form the embryo proper. embryo proper അവിടെ ഫോം ചെയ്യുന്നു. സോ ബ്ലാസ്റ്റുല പിന്നീട് ഒരു ഗാസ്റ്റുലേഷന് വിധേയമായി അവിടെ ഗാസ്റ്റുല ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. സോ ഇതെല്ലാം എംബ്രിയോണിക് സ്റ്റേജസ് ആണ് എന്ന കാര്യം ഓർക്കുക. ബ്ലാസ്റ്റുലയുടെ സ്ട്രക്ചർ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അതുപോലെ അതായത് ആ ട്രോഫോബ്ലാസ്റ്റും അതുപോലെ ഇന്നർ സെൽ മാസും അവിടെ നിങ്ങൾക്ക് ലാബിൽ ചെയ്യാനായിട്ട് ചോദിക്കാറുള്ളതാണ്. അതായത് ബ്ലാസ്റ്റോസിസ്റ്റാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ഇംപ്ലാന്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഓഫ് ദ ബ്ലാസ്റ്റുല is getting attached to the endometrium, and the innermost cell, you know, it will be differentiated into the embryo. So trophoblast layer, when it is attached to the endometrium, it is called implantation. Okay, implantation ശേഷം finger like projections appear ചെയ്യുന്നുണ്ട്. So after implantation, finger like projections will appear on the trophoblast. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ പറയുക chorionic villi, and this chorionic villi, they will grow, and chorionic villi and uterine tissue, they become interdigitated with each other, and jointly it will form the structural and functional unit between the developing embryo and the maternal body, and this is called placenta. ഇനി പ്ലാസെൻ്റയുടെ ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ. പ്ലാസെൻ്റ വിൽ ഫെസിലിറ്റേറ്റ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ എംബ്രിയോ. ദാറ്റ് ഈസ് വൺ ഫങ്ഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിമൂവൽ ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഫ്രം ദ എംബ്രിയോ. അപ്പോൾ സെക്കൻഡ് ഫങ്ഷൻ കഴിഞ്ഞു. ഇനി തേർഡ് ഫങ്ഷൻ എന്താണ്? തേർഡ് ഫങ്ഷൻ, ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ എംബ്രിയോ, and through the umbilical cord it will help in transport of substances to and fro. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു തേർഡ് ഫങ്ഷൻ ആണ് എൻഡോക്രൈൻ റോൾ. എൻഡോക്രൈൻ റോൾ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതെല്ലാമാണ്? അതാ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. SCG, HPL, ഈസ്ട്രജൻസ് ആൻഡ് പ്രൊജിസ്റ്റോജൻസ്. സോ HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. HPL, ദാറ്റ് ഈസ് ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യം, SCG, HPL, അതുപോലെ റിലാക്സിൻ എന്ന ഹോർമോൺ ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവറിയിൽ നിന്നാണ്. ഈ 3 ഹോർമോൺസും പ്രഗ്നൻസി ടൈമിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ശ്രദ്ധിക്കുക, SCG, HPL ആൻഡ് റിലാക്സിൻ, they are produced only during pregnancy. And you should also know about the ectoderm, endoderm and mesoderm. These are the germ layers formed in the gastrula stage, and ectoderm, endoderm and mesoderm, they develop into the different tissues and organs in an adult. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു കാര്യം ഈ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. അത് നിങ്ങൾക്കറിയാം, നിങ്ങളതും നന്നായി പഠിക്കുക. അതായത് who is responsible for sex of the child? In the case of human beings, who is responsible? Father is responsible, or the male partner is responsible for sex determination. അതും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. ഫീറ്റൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ 9 months of pregnancy can be divided into 3 trimesters. ഈ ഓരോ ട്രൈമസ്റ്ററും, ഈ 3 ട്രൈമസ്റ്റേഴ്സിൽ ഓരോ ട്രൈമസ്റ്ററിലും 3 months ആണ് അവിടെ വരുന്നത്. അങ്ങനെയാണ് ആകെ 9 months ആയിട്ട് നമ്മൾ പറയുന്നത്. അതിലിപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ വിൽ ഹാവ് ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത് ആൻഡ് തേർഡ് മന്ത്. സെക്കൻഡ് ട്രൈമസ്റ്റർ വിൽ ഹാവ് 4, 5, 6 ആൻഡ് last 3 months or 7, 8, 9, that will include the third trimester. So ഇവിടെ ഓരോ ട്രൈമസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ മന്തിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് മന്ത് you can see the embryonic heart. After the first month you can see the embryonic heart formed. Then aditha point, by the end of the second month of pregnancy the fetus will develop limbs and digits. By the end of second month of pregnancy fetus will develop limbs and digits. Next point, in first trimester la parayna, adayathu first trimester ennu parayumbo by the end of 12 weeks. So by the completion of the first trimester or 12 weeks or 3 months എന്നും പറയാം. അപ്പോൾ എന്താണ് ആ ഡിഫറൻസ് അവിടെ ഒരു ക്യാരക്ടർ പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്. മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ് ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓർ ആഫ്റ്റർ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. Then in the fifth month അതിലാണ് fetal movements അവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. mother will sense the fetal movements and there will be appearance of hair on the head region in the 5th month. And by the end of the second trimester or by the end of 24 weeks, സെക്കൻഡ് ട്രൈമസ്റ്റർ എൻഡ് ചെയ്തു അല്ലെങ്കിൽ 24 weeks എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 6 മാസം കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അന്നേരം എന്തായിരിക്കും ക്യാരക്ടർ? ദ ബോഡി വിൽ ബി കവേർഡ് വിത്ത് ഫൈൻ ഹെയർ, ഐലിഡ്സ് വിൽ സെപ്പറേറ്റ് ആൻഡ് ഐലാഷസ് ആർ ഫോംഡ്. And by the end of 9 months of pregnancy, so here in this final diagram you can see by the end of 9 months of pregnancy the fetus is fully developed and it is ready for delivery. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മന്തിലെ കാര്യം പഠിക്കാനുണ്ട് അല്ലേ? ഫസ്റ്റ് മന്തിലെ ആ ഒരു എംബ്രിയോണിക് ഹാർട്ട് ഫോം ചെയ്യുന്ന കാര്യം പറയുന്നു. സെക്കൻഡ് മന്തിലെ കാര്യം പഠിക്കാനായിട്ടുണ്ട്. പഠിക്കാനില്ലേ? ഉണ്ട്. സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസി ഫീറ്റസ് വിൽ ഡെവലപ്പ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ്. പിന്നെ 12 monthsൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞാലുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 5th monthലെ കാര്യം പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 6 months കഴിഞ്ഞാലുള്ള കാര്യം പഠിക്കാനായിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ. പിന്നെ പഠിക്കുന്നത് 9 months കഴിഞ്ഞാലുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പോയിൻ്റായിട്ട് പഠിക്കുക. ഓക്കെ. പലപ്പോഴും അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പലപ്പോഴും അത് ചോദിക്കുക. അടുത്ത പോയിന്റ് പാർച്വറേഷനെ കുറിച്ചും അവിടെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിനെ കുറിച്ചുമാണ്. ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന പേരാണ്
പാർച്ചുറേഷൻ, ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ഫീറ്റസ്, അതാണ് പാർച്ചുറേഷൻ. സോ പാർച്ചുറേഷൻ എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? അതൊരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസമാണ്. ഈ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസത്തിന് signals for parturation will originate from fully developed fetus and placenta, and that will produce mild uterine contractions. ഈ മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻസ് ആണ്, അതായത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസൻ്റെയും ട്രിഗർ ചെയ്യുന്ന മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻസിനെ പറയുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. So what is fetal ejection reflex? The mild uterine contractions triggered by fully developed fetus and placenta. So this will act on the pituitary, and as a result of this, the pituitary will release oxytocin. Oxytocin release alle, and this oxytocin, it will act on the uterus, and uterine contractions will happen. More and more uterine contractions will happen. So more oxytocin, more contraction, more contraction, more oxytocin. ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്ന് അങ്ങനെയാണ് ഫൈനലി അവിടെ ഡെലിവറി അല്ലെങ്കിൽ വിഗറസ് കോൺട്രാക്ഷൻസ് നടന്നാണ് അവിടെ ഫൈനലി പാർച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ ഫൈനലി ലാക്ടേഷൻ എന്ന ടോപ്പിക്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് കൊളോസ്ട്രം. കൊളോസ്ട്രം ഈസ് എ ഫാസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് or the milk produced during the initial few days of lactation, and colostrum is having several antibodies, and it is essential for resistance of the newborn. But breastfeeding during initial days of after delivery is important. Why എന്ന് ചോദിക്കും. അതിന് ആൻസർ കൊളോസ്ട്രം ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആൻസർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ the injection given if there is to induce parturation ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, ഡെലിവറി ആകാൻ വൈകുമ്പോൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, അതിലടങ്ങിയിരിക്കുന്നത് എന്താണ്? പലപ്പോഴും ഓക്സിറ്റോസിൻ്റെ കോമ്പണൻസ് ആണ് അതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓക്സിറ്റോസിനായിട്ട് ബന്ധപ്പെടുത്തി അത് ആൻസർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷനിൽ വരുന്നത്. വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് മണിക്കൂറുകൾ എടുത്ത് പറയുന്ന ഒരു ചാപ്റ്റർ ഏതാനും മിനിറ്റുകൾ കൊണ്ടാണ് നമ്മൾ റിവൈസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഗുഡ് ലക്ക്.